ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോപ്പും ഫേസ് വാഷും ഒക്കെ ഉപയോഗിച്ച് പണി കിട്ടിയവരുണ്ടാകും. മുഖക്കുരു, അതുപോലെ തന്നെ ഫേസ് ഡ്രൈ ആവുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഉണ്ടാകും. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആയുർവേദിക് ഫേസ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് ഹെർബൽ പൗഡേഴ്സ് മാത്രം മതിയാകും. മുഖത്തെ ചെളിയും അഴുക്കും മെഴുക്കും എല്ലാം മാറ്റിയിട്ട് മുഖം നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മുൾട്ടാണി മിട്ടിയാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസും മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയും. ഇതൊരു മിനറൽ റിച്ച് ആയിട്ടുള്ള ക്ലേ ആണ്. ഇന്ന് പല ഫേസ് വാഷുകളിലും ഇത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. അത് നമുക്ക് 1/4 ടീസ്പൂണാണ് വേണ്ടത്. ഞാൻ ഈ 2 ഹെർബൽ പൗഡേഴ്സും വാങ്ങിച്ചിരിക്കുന്നത് HerbtoniQ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. കസ്തൂരി മഞ്ഞളാണ് നമ്മുടെ സാധാരണ മഞ്ഞളിനേക്കാളും സ്കിന്നിലൊക്കെ ഇടാനായിട്ട് കൂടുതൽ നല്ലത്. അതിനൊരു ക്രീം കളറാണ്. ചിലർക്ക് സാധാരണ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മഞ്ഞ നിറം മുഖത്താകും എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഇടാതിരിക്കും. അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ലതാണ്. സൺബേൺ കുറയ്ക്കാനും അതുപോലെ പാടുകൾ, സ്ട്രെച്ച് മാർക്ക്, പ്രത്യേകിച്ച് പ്രസവശേഷമുള്ള സ്ട്രെച്ച് മാർക്കിന് വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക, അല്ലെങ്കിൽ സാധാരണ പാലെടുക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫേസ് പാക്ക് നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് എല്ലാ ദിവസവും തന്നെ ഓയിൽ മസാജ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് ഈ ഒരു ആയുർവേദ ഫേസ് വാഷ് സഹായിക്കും. മുഖക്കുരു ഉള്ളവർക്ക് അത് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കരുവാളിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ടോട്ടലി നമ്മുടെ സ്കിൻ കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഫേസ് വാഷ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഒരല്പം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരില്ല. ഡ്രൈ സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാധാരണ സ്കിൻ കെയറിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ഫേസ് വാഷ് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി 2 പ്രാവശ്യം ഉപയോഗിക്കാം. അതിൽ കൂടുതൽ പ്രാവശ്യം ആവശ്യമേ ഇല്ല. പിന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ പാട മാറ്റിയിട്ടുള്ള പാല് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ല യങ്ങായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. 50 വയസ്സിലും ഒരു 20-25 വയസ്സിൻ്റെ സ്കിൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.